Hello everyone, welcome back. This is Robin and you're watching Learn English with Robin. നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ പാർട്ട് 4ലേക്ക് പോവുകയാണ്. പാർട്ട് 1, 2 and 3 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ടോപ്പിക് പ്രസൻറ്റേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേൾക്കാനൊരു അവസരം കിട്ടുന്നുണ്ട്. യു ക്യാൻ ലിസൺ ടു ഇംഗ്ലീഷ്. ഹിയർ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം സ്ക്രീനിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുക, ഞാൻ ബ്ലൂ കളറിൽ ഇവിടെ മൗസ് വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ എൻ്റെ ഒപ്പം വായിക്കുക, പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക, എൻ്റെ ഒപ്പം മൾട്ടിപ്പിൾ ടൈംസ് പ്രാക്ടീസ് ചെയ്യുക. സോ ഹിയർ ദ ഒബ്ജക്റ്റീവ് ഈസ് ദാറ്റ് എന്തൊക്കെയാണ് നമ്മുടെ ടോപ്പിക് പ്രസൻറ്റേഷൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യമാണ്. ഒന്നും കൂടെ പറയുകയാണ്. യു വിൽ ഗെറ്റ് എ ചാൻസ് ടു ലിസൺ ടു സംവൺ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ആൻഡ് ഓൾസോ ക്യാൻ ലിസൺ ടു ദ ട്രാൻസ്ലേഷൻസ് ഇൻ മലയാളം. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻസും കേൾക്കാം. ലിസണിങ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് പ്രോഗ്രാംസ് ആണെങ്കിലും അത് മറ്റൊരാൾ സംസാരിക്കുന്ന കേട്ടാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്യും. ടു ലേൺ യൂസേജസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ബെറ്റർ വൊക്കാബുലറി. ഇംഗ്ലീഷിൽ പല യൂസേജസും നമുക്ക് മനസ്സിലാവാതുകൊണ്ട്, വേർഡ്സ് അറിയാത്തതുകൊണ്ട്. ഇവിടെ ഐ വിൽ ഗീവ് സം ഇംഗ്ലീഷ് സെൻറ്റൻസസ്, ഐ വിൽ ഗീവ് ദ ഇംഗ്ലീഷ് സെൻറ്റൻസസ്, ഐ വിൽ ഗീവ് ദ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫ് കോഴ്സ് ഐ വിൽ എക്സ്പ്ലെയിൻ ദ യൂസേജസ്. അപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോണിൻ്റെ 3 അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞിരുന്നത്. സ്മാർട്ട് ഫോൺസ് എ ബൂൺ ഓർ എ കേഴ്സ്. സ്മാർട്ട് ഫോൺ ഒരു അനുഗ്രഹമാണോ അതോ ശാപമാണോ എന്നുള്ള ഡിസ്കഷനാണ്. ഓൾറെഡി ഇതിന് 3 ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. സ്മാർട്ട് ഫോണിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് പറയുകയാണ്, ഗുണങ്ങൾ പറയുകയാണ്. ക്യാമറയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. Nowadays, people use smartphone cameras for personal and professional purposes. Nowadays, people use smartphone cameras for personal and professional purposes. എന്ന് പറഞ്ഞാൽ എന്താണ്? Nowadays എന്ന് പറഞ്ഞാൽ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് people use smartphone cameras for personal and professional purposes. പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പേഴ്സണൽ ആവശ്യങ്ങൾക്കും പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കും. പർപ്പസ് മീൻസ് അതിൻ്റെ ആവശ്യങ്ങളാണ് അർത്ഥം വരുന്നത്. ടേക്കിംഗ് സെൽഫീസ് ഈസ് എ ഹോബി ഫോർ മോസ്റ്റ് പീപ്പിൾ. മോസ്റ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? മിക്ക ആൾക്കാർക്കും ടേക്കിംഗ് സെൽഫീസ് ഈസ് എ ഹോബി ഫോർ മോസ്റ്റ് പീപ്പിൾ. സെൽഫി ഫോട്ടോസൊക്കെ എടുക്കുന്നത് മിക്ക ആൾക്കാർക്കും ഒരു ഹോബി തന്നെയാണ്. സം പീപ്പിൾ ലൈക്ക് ടു ക്യാപ്ചർ ഫോട്ടോസ് ഓഫ് നേച്ചർ വൈൽ സം അതേഴ്സ് ലൈക്ക് ക്യാപ്ചറിങ് മൊമെൻറ്റ്സ് ഇൻ ദ ലൈഫ് ആൻഡ് വിത്ത് ദ ഫാമിലി. സം പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ചില ആൾക്കാർ. മോസ്റ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? മിക്ക ആൾക്കാരും. സം പീപ്പിൾ ചില ആൾക്കാർ. സം പീപ്പിൾ ലൈക്ക് ടു ക്യാപ്ചർ ഫോട്ടോസ് ഓഫ് നേച്ചറിൻ്റെ പ്രകൃതിയുടെ ഫോട്ടോസൊക്കെ ക്യാമറയിൽ പകർത്താൻ. ക്യാപ്ചർ മീൻസ് പകർത്തുക എന്നർത്ഥമാണ് വരുന്നത്. പകർത്തിയെടുക്കുക. സം പീപ്പിൾ ലൈക്ക് ടു ക്യാപ്ചർ ഫോട്ടോസ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ഫോട്ടോസ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ട്. വൈൽ സം അതേഴ്സ്. വൈലിൻ്റെ അർത്ഥം എന്താ ഇവിടെ? വൈൽ സം അതേഴ്സ് ലൈക്ക് ക്യാപ്ചറിങ് മൊമെൻറ്റ്സ് ഇൻ ദ ലൈഫ് ആൻഡ് വിത്ത് ദ ഫാമിലി. അതേസമയം സം പീപ്പിൾ ലൈക്ക് ടു ക്യാപ്ചർ ഫോട്ടോസ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ഫോട്ടോസ് പകർത്തിയെടുക്കാൻ താല്പര്യപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതേസമയം വൈൽ സം അതേഴ്സ് ലൈക്ക് ക്യാപ്ചറിങ് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിലെ ആ നിമിഷങ്ങളൊക്കെ. മൊമെൻറ്റ്സ് ഇൻ ദ ലൈഫ് ആൻഡ് വിത്ത് ദ ഫാമിലി. തിങ്ക് അബൌട്ട് ദ ടൈം വെൻ ഓൺലി എ ഫ്യൂ പീപ്പിൾ ഹാഡ് ആക്സസ് ടു ക്യാമറാസ്, ബി ഡിജിറ്റൽ ഓർ പ്രൊഫഷണൽ ക്യാമറാസ്. തിങ്ക് അബൌട്ട് ദ ടൈം. ആ ഒരു സമയത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തിങ്ക് അബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിച്ച് നോക്കൂ. തിങ്ക് അബൌട്ട് ദ ടൈം when only a few people had access to cameras, be it digital or professional cameras. ആ ഒരു സമയത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എപ്പോഴാണ്? when only a few people, വളരെ കുറച്ച് ആൾക്കാർ. a few people means വളരെ കുറച്ച് ആൾക്കാർ. a few people had access to cameras. അതായത് ആക്സസിന് പല അർത്ഥങ്ങൾ വരുന്നുണ്ട്. ആക്സസ് എന്ന വാക്കിന് ACCESS, ആക്സസിന് പല അർത്ഥങ്ങൾ വരുന്നുണ്ട്. അതിൽ എത്തിച്ചേരാവുന്ന അർത്ഥമുണ്ട്, ലഭ്യമായിട്ടുള്ളത് എന്ന അർത്ഥമുണ്ട്. ക്യാമറ അധികം പേർക്കും കയ്യിലുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ക്യാമറ മിക്ക ആൾക്കാർക്കും ലഭ്യമായിരുന്നില്ല എന്നാണ് പറയുന്നത് ഇവിടെ. എ ഫ്യൂ പീപ്പിൾ ഹാഡ് ആക്സസ് ടു ക്യാമറാസ്, ബീറ്റ് ഡിജിറ്റൽ ഓർ പ്രൊഫഷണൽ ക്യാമറാസ്. അതാവട്ടെ, ബീറ്റ് ഡിജിറ്റൽ ആവട്ടെ പ്രൊഫഷണൽ ആവട്ടെ. there were no smartphones at that time. ആ സമയത്ത് സ്മാർട്ട് ഫോൺസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഡിജിറ്റൽ ക്യാമറാസ് വെർ എക്സ്പെൻസീവ്. ഡിജിറ്റൽ ക്യാമറാസ് എന്തായിരുന്നു? വളരെ വിലയേറിയതായിരുന്നു, വിലപിടിപ്പുള്ളതായിരുന്നു. വെർ എക്സ്പെൻസീവ്, വിലപിടിപ്പുള്ളത്. ആൻഡ് വെർ നോട്ട് ഈസി ടു ക്യാരി വെൻ കമ്പയർഡ് ടു സ്മാർട്ട് ഫോൺസ്. നമ്മൾ സ്മാർട്ട് ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അത് കൊണ്ടു കിടക്കാൻ അത്ര എളുപ്പമല്ല. ഡിജിറ്റൽ ക്യാമറാസ് വെർ എക്സ്പെൻസീവ് ആൻഡ് വെർ നോട്ട് ദാറ്റ് ഈസി ടു ക്യാരി. ദാറ്റ് ഈസി, അത്ര എളുപ്പം. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഈസി എന്ന് പറഞ്ഞാൽ എന്താ? അത്ര എളുപ്പമായിരുന്നില്ല. നോട്ട് ഈസി ടു ക്യാരി വെൻ കമ്പയർഡ് ടു സ്മാർട്ട് ഫോൺസ്, താരതമ്യം ചെയ്യുമ്പോൾ. സ്മാർട്ട് ഫോൺസ് ആർ അവൈലബിൾ ഓൺ എ സ്മോൾ ബഡ്ജറ്റ് ആൻഡ് ആർ അഫോർഡബിൾ ഫോർ ദ കോമൺ മാൻ. സ്മാർട്ട് ഫോൺസ് ചെറിയ ബഡ്ജറ്റിൽ ലഭ്യമാണ്, അവൈലബിൾ. ആൻഡ് ആർ അഫോർഡബിൾ ഫോർ ദ കോമൺ മാൻ. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ?
താങ്ങാൻ പറ്റുന്നത്, വില താങ്ങാൻ പറ്റുക എന്ന വാക്കാണ് അഫോർഡ് എന്ന വാക്ക്. അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? അഫോർഡബിൾ ആയിട്ടുള്ള സാധനം മീൻസ് നമുക്ക് വില താങ്ങാൻ പറ്റുന്നത്. സ്മാർട്ട് ഫോൺസ് ആർ അവൈലബിൾ ഓൺ എ സ്മോൾ ബഡ്ജറ്റ് ആൻഡ് ആർ അഫോർഡബിൾ ഫോർ ദ കോമൺ മാൻ. സ്മാർട്ട് ഫോൺസ് ചെറിയ ബഡ്ജറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, അത് അഫോർഡബിൾ ആണ്, സാധാരണ ആൾക്കാർക്ക് അതിൻ്റെ വില താങ്ങാൻ പറ്റുന്നതാണ്. അഫോർഡബിൾ, നോട്ട് ഇറ്റ് ഡൗൺ. ദിസ് വാസ് ഇൻ ദ കേസ് വിത്ത് ഡിജിറ്റൽ ക്യാമറാസ്. ഡിജിറ്റൽ ക്യാമറാസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ശ്രദ്ധിക്കുക, ദിസ് വാസ് ദ കേസ്, ഇങ്ങനെയായിരുന്നു കാര്യം. ദിസ് വാസിൻറ്റ് ഓർ ദിസ് വാസ് നോട്ട് ദ കേസ്, അങ്ങനെ ആയിരുന്നില്ല. ശ്രദ്ധിക്കുക, നിങ്ങൾ യൂസേജസ് നോട്ട് ഡൗൺ ചെയ്യുക. എൻ്റെ യൂസേജസ് ഞാൻ വൊക്കാബുലറി പറയുന്നുണ്ട്, നിങ്ങൾ ഇതിൻ്റെ അർത്ഥം മാത്രം എഴുതിയാൽ പോരെ, സെൻറ്റൻസ് യൂസേജും കൂടെ എഴുതിയെടുക്കുക. Most people use cameras for academic and professional purposes like scanning a document or sending photos of completed work. Most people, മിക്ക ആൾക്കാരും ക്യാമറ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അക്കാഡമിക്, പഠന കാര്യങ്ങൾക്ക്, പ്രൊഫഷണൽ പർപ്പസസ്, ജോലിപരമായ കാര്യങ്ങൾക്ക്, ലൈക്ക് സ്കാനിങ് എ ഡോക്യുമെൻറ്റ്, ഒരു ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യാനും, ഓർ സെൻഡിങ് ഫോട്ടോസ് ഓഫ് കംപ്ലീറ്റഡ് വർക്ക്, ഒരു ജോലി പൂർത്തിയാക്കിയെന്ന് അറിയിക്കാൻ അതിൻ്റെ ഫോട്ടോസ് എടുത്ത് അയക്കുന്നുമുണ്ട്. Some people shoot videos on the smartphones and upload it to social media and it is a means of revenue for them. ചില ആൾക്കാർ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാറുണ്ടല്ലേ, ഷൂട്ട് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് റവന്യൂ. മീൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? വഴി. അവർക്ക് പൈസ കിട്ടുന്നൊരു വഴിയാണ്, അവർക്ക് എന്തെങ്കിലും ഏണിങ്ങിനുള്ളൊരു വഴിയും കൂടിയാണ്. ഇറ്റ്സ് എ മീൻസ് ഓഫ് റവന്യൂ. ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ ക്യാമറാസ് ആർ ക്വൈറ്റ് യൂസ്ഫുൾ ടു എവരി വൺ. ഈ ക്വൈറ്റ് ഒക്കെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ ക്യാമറാസ് ആർ ക്വൈറ്റ് യൂസ്ഫുൾ ടു എവരി വൺ. സ്മാർട്ട് ഫോൺ ക്യാമറാസ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ്, ക്വൈറ്റ് യൂസ്ഫുൾ. നമുക്ക് ഇതിൻ്റെ യൂസേജസ് ആൻഡ് വൊക്കാബുലറി പഠിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളൊരു ആക്റ്റീവ് ലേണറാണെങ്കിൽ ജസ്റ്റ് കണ്ടു പോവാതെ ഈ യൂസേജസ് ഒക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഈ യൂസേജസിൻ്റെ അർത്ഥം ഞാൻ മലയാളം പറയുമ്പോൾ എഴുതിയെടുക്കുക. നൗ ഡേയ്സ് അർത്ഥം ഞാൻ പറയും, അതിന് ശേഷം അത് വെച്ചുള്ള സെൻറ്റൻസ് ഇവിടെയുണ്ട്, അതും കൂടെ എഴുതിയെടുക്കുക. സെൻറ്റൻസ് പഠിക്കാതെ വേർഡ്സ് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കത് അറിയാമെന്ന് വിചാരിക്കുന്നു. സെൻറ്റൻസ് നിങ്ങൾക്ക് ഒരു കാര്യം സംസാരിക്കുമ്പോൾ സംടൈംസ് യു നോ ദ വേർഡ്സ്, നമുക്ക് അറിയാവുന്ന വേർഡ്സ് പോലും സംടൈംസ് ബ്ലോക്ക് വരുന്നുണ്ട് അല്ലേ? അറിയാത്ത പ്രശ്നമല്ല, ചില അറിയാത്തതുകൊണ്ട് അറിയാവുന്ന വേർഡ്സും ബ്ലോക്ക് വരുന്നുണ്ട്. വൈ? നമ്മൾ അർത്ഥമല്ല പഠിക്കേണ്ടത്. യു ഷുഡ് ലേൺ, ഓഫ് കോഴ്സ് യു ഷുഡ് ലേൺ ദ മീനിങ് പ്ലസ് ദ സെൻറ്റൻസ് യൂസേജ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് വൺ സെൻറ്റൻസ് യൂസേജ്. യൂസേജസ് ആൻഡ് വൊക്കാബുലറി. നൗ ഡേയ്സ്, ഇക്കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത്. സെൻറ്റൻസ് ഇവിടെയുണ്ട്, നോട്ട് ഡൗൺ ചെയ്യുക. നൗ ഡേയ്സ് പീപ്പിൾ യൂസ് സ്മാർട്ട് ഫോൺ ക്യാമറാസ് ഫോർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ പർപ്പസസ്. ഇപ്പോഴത്തെ കാലത്ത്, ഇക്കാലത്ത് ആൾക്കാർ സ്മാർട്ട് ഫോൺ ക്യാമറ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ പർപ്പസിന് ഉപയോഗിക്കുന്നു. തിങ്ക് അബൌട്ട്, അത് ആലോചിക്കൂ, അതിനെപ്പറ്റി ആലോചിക്കൂ. തിങ്ക് അബൌട്ട്, എന്തിനെ പറ്റി ആലോചിക്കൂ എന്നൊരാളോട് പറയാൻ തിങ്ക് അബൌട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. തിങ്ക് അബൌട്ട് ദ ടൈം വെൻ ഓൺലി എ ഫ്യൂ പീപ്പിൾ ഹാഡ് ആക്സസ് ടു ക്യാമറാസ്, ബീ ഇറ്റ് ഡിജിറ്റൽ ഓർ പ്രൊഫഷണൽ ക്യാമറാസ്. ആ ഒരു സമയത്തെ പറ്റി ആലോചിക്കൂ. കുറച്ച് ആൾക്കാർക്ക് ക്യാമറ ലഭ്യമായിരുന്ന സമയമാണ് പറയുന്നത്. എന്തെങ്കിലും കാര്യം ലഭ്യമാണ്, എന്തെങ്കിലും സൗകര്യമാവും, ഫെസിലിറ്റി ആവും, ലഭ്യമാണ്. ആക്സസിന് വേറെ അർത്ഥങ്ങൾ വരുന്നത് എത്തിച്ചേരുക എന്ന അർത്ഥമൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ അർത്ഥം നമുക്ക് എന്താ വരുന്നത്? തിങ്ക് അബൌട്ട് ദ ടൈം ഓൺലി വെൻ എ ഫ്യൂ പീപ്പിൾ ഹാഡ് ആക്സസ് ടു ക്യാമറാസ്, ബീ ഡിജിറ്റൽ പ്രൊഫഷണൽ ക്യാമറാസ്. തിങ്ക് അബൌട്ട് ദ ടൈം, ആ സമയത്തെ പറ്റി ആലോചിച്ച് വളരെ കുറച്ച് ആൾക്കാർക്ക് ക്യാമറ എന്ന സൗകര്യം ലഭ്യമായിരുന്നുള്ളൂ, ക്യാമറ കുറച്ച് പേർക്ക് അവൈലബിൾ ആയിരുന്നുള്ളൂ എന്ന അർത്ഥമാണ് വരുന്നത്. ഓക്കെ, അല്ല കുറച്ച് പേരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, കാരണം എക്സ്പെൻസീവ് ആയിരുന്നു. എക്സ്പെൻസീവ്, അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. ബ്ലൂ കളർ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ശ്രദ്ധിക്കുക. വിലയേറിയത്, വില പിടിപ്പുള്ളത്. ഓക്കെ, ഡിജിറ്റൽ ക്യാമറാസ് വെർ എക്സ്പെൻസീവ് ആൻഡ് വെർ നോട്ട് ദാറ്റ് ഈസി ടു ക്യാരി വെൻ കമ്പയർഡ് ടു സ്മാർട്ട് ഫോൺസ്. ഡിജിറ്റൽ ക്യാമറാസ് വളരെ വിലപിടിപ്പുള്ളതായിരുന്നു. ഓക്കെ, എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. എഴുതിയെടുക്കുക. അത് കമ്പയർഡ് ടു, എന്തെങ്കിലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ കമ്പയർഡ് എന്ന വാക്ക് ഉപയോഗിക്കാം, കമ്പയർഡ് ടു ഉപയോഗിക്കാം. റൈറ്റ്? Digital cameras were expensive and were not that easy to carry when compared to smartphones. സ്മാർട്ട്ഫോണോട് കമ്പയർ ചെയ്യുമ്പോൾ ഡിജിറ്റൽ ക്യാമറ എക്സ്പെൻസീവ് ആയിരുന്നു. അത് മാത്രമല്ല, അത് കൊണ്ട് നടക്കാൻ വളരെ അത്ര എളുപ്പമുള്ളതല്ലായിരുന്നു. വെൻ കമ്പയർഡ് ടു സ്മാർട്ട് ഫോൺസ്. ഈ സെൻറ്റൻസ് നിങ്ങൾ എഴുതിയെടുക്കുക. താരതമ്യം ചെയ്യുമ്പോൾ അഫോർഡബിൾ, താങ്ങാൻ പറ്റുന്നത്, വില താങ്ങാൻ പറ്റുന്നതെന്ന അർത്ഥമാണ് വരുന്നത്. സ്മാർട്ട് ഫോൺസ് ആർ അവൈലബിൾ ഓൺ എ സ്മോൾ ബഡ്ജറ്റ് ആൻഡ് ആർ അഫോർഡബിൾ ഫോർ ദ കോമൺ മാൻ. സാധാരണ സ്മാർട്ട് ഫോൺസ് സ്മോൾ ബഡ്ജറ്റിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, അഫോർഡബിൾ എന്ന വാക്കുകൂടെ ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. അഫോർഡബിൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വില താങ്ങാൻ പറ്റുന്നത്. സ്മാർട്ട് ഫോൺസ് ആർ അഫോർഡബിൾ ഫോർ ദ കോമൺ മാൻ. വില താങ്ങാൻ പറ്റുന്നതാണ്. ദാറ്റ് വാസിൻറ്റ് ദ കേസ് വിത്ത്, അതിൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. ദിസ് വാസിൻറ്റ് ദ കേസ് വിത്ത് ഡിജിറ്റൽ ക്യാമറാസ്. സോറി, ഇവിടെ ദാറ്റ് അല്ല, ദിസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ദിസ് വാസിൻറ്റ് ദ കേസ് വിത്ത്. ഓക്കെ, സ്മാർട്ട് ഫോൺസിൻ്റെ ദിസ് വാസിൻറ്റ് ദ കേസ് വിത്ത് ഡിജിറ്റൽ ക്യാമറാസ്. അതായത് സ്മാർട്ട് ഫോൺസ് അഫോർഡബിൾ ആയിരുന്നു, വില താങ്ങാൻ പറ്റുന്നതായിരുന്നു, സ്മോൾ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നു സാധാരണക്കാരന്. പക്ഷേ ഡിജിറ്റൽ ക്യാമറാസിൻ്റെ കാര്യത്തിൽ
അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയാനാണ് ആ സമയത്തെ കാര്യമാണ് പറയുന്നത്. മീൻസിന് പല അർത്ഥങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇവിടുത്തെ മീൻസിൻ്റെ സം പീപ്പിൾ ഷൂട്ട് വീഡിയോസ് ഓൺ ദ സ്മാർട്ട് ഫോൺസ് ആൻഡ് അപ്ലോഡ് ഇറ്റ് ടു സോഷ്യൽ മീഡിയ ആൻഡ് ഇറ്റ്സ് എ മീൻസ് ഓഫ് റവന്യൂ ഫോർ ദം. ഇവിടെ മീൻസ് അർത്ഥമാക്കുന്നു എന്ന അർത്ഥമല്ല വരുന്നത്. ചില ആൾക്കാർ സ്മാർട്ട് ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് അവർക്ക് ഒരു റവന്യൂ, പൈസ കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ്, ഒരു വഴിയാണ്. ഇറ്റ്സ് എ മീൻസ് ഓഫ് റവന്യൂ ഫോർ ദം. പ്ലീസ് റൈറ്റ് ഡൗൺ ദ സെൻറ്റൻസ് ഓൾസോ. നിങ്ങൾ സെൻറ്റൻസ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്ത് പോവുക. കമൻസിൽ നിങ്ങൾ പഠിച്ച സെൻറ്റൻസ് യൂസേജ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്താൽ എല്ലാവർക്കും അത് ഇൻസ്പയറിംഗ് ആയിരിക്കും. ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ, ഇൻ ഷോർട്ട് സ്മാർട്ട് ഫോൺ ക്യാമറാസ് ആർ ക്വൈറ്റ് യൂസ്ഫുൾ ടു എവരി വൺ. ചുരുക്കി പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ ക്യാമറാസ് വളരെ യൂസ്ഫുൾ ആണ്. ക്വൈറ്റ് വളരെ, ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർനെറ്റ് ഓൺ സ്മാർട്ട് ഫോൺസ്. ടോപ്പിക് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഡിജിറ്റൽ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനുമുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഒരാളോട് ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള കോഴ്സ്, ഡിജിറ്റൽ കോഴ്സ് അവൈലബിൾ ആണ്. ശ്രദ്ധിക്കുക, ഓൾറെഡി ഈ ക്ലാസ്സസ് യൂട്യൂബിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ക്ലാസ് കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കാം. അതല്ല, നിങ്ങൾക്ക് യൂട്യൂബിൽ വന്ന് എന്നും കാണാൻ സമയമില്ല, ഒരു കോഴ്സ് ഒരുമിച്ച് നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് അയച്ചു തരണമെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റിയാണ് പറയുന്നത്. 500 രൂപയാണ് കോഴ്സിന് വരുന്നത്. റെക്കോർഡ് ചെയ്ത ഓഡിയോ ക്ലാസ്സസ് ആണ് 30 ദിവസത്തേക്കുള്ള അയച്ചു തരുന്നത്. ബേസിക്സ് ഇൻ ഇംഗ്ലീഷ്, ബേസിക് വേർഡ്സ്, കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറിൽ സിമ്പിൾ ആൻഡ് കണ്ടിന്യൂസ് ടെൻസസ്, ഇത്രയാണ് കവർ ചെയ്യുന്നത്. 10 എക്സാംസ് ഉണ്ട്, ആൻസർ കീ ഉണ്ട്. അതിൽ 200 രൂപയുടെ ഇ ബുക്ക് PDF ഫോർമാറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. 500 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഇ ബുക്ക് പ്ലസ് ഡിജിറ്റൽ കോഴ്സാണ് കിട്ടുന്നത്. അതുകൂടാതെ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറിൻ്റെ വാട്സാപ്പ് വോയിസ് ചാറ്റ് സപ്പോർട്ടുള്ള കോഴ്സസും അവൈലബിൾ ആണ്. അറ്റ് പ്രസന്റ് ഞാനാണ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. അതുകൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ബുക്സ് അവൈലബിൾ ആണ്. ഇ ബുക്ക് PDF ഫോർമാറ്റാണ് അവൈലബിൾ. ഒറിജിനൽ ബുക്സ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഇ ബുക്ക് PDF ഫോർമാറ്റ് അവൈലബിൾ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ എടുക്കുന്ന ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള കോഴ്സിൻ്റെ കണ്ടൻസ് അടങ്ങിയ ബുക്കാണ്. മലയാളം ട്രാൻസ്ലേഷനും ഉണ്ട്. 257 പേജാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. സോ ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ ടോപ്പിക് ഇൻ്റർനെറ്റ് ഓൺ സ്മാർട്ട് ഫോൺസ്. സ്മാർട്ട് ഫോൺസിലെ ഇൻ്റർനെറ്റിനെ പറ്റിയാണ് പറയുന്നത്. This is a time when internet facilities are available to everyone as mobile data. മൊബൈൽ ഡാറ്റ എന്ന പേരിൽ നമുക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ്, ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ടു എവരി വൺ. ദിസ് ഈസ് എ ടൈം, ഈ ഒരു സമയത്തെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാണ്. ഹൗ അബൌട്ട് സം ഇയേഴ്സ് ബാക്ക് വെൻ സ്മാർട്ട് ഫോൺസ് വേർ നോട്ട് അവൈലബിൾ? ഓക്കെ, ഒരു സം ഇയേഴ്സ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്മാർട്ട് ഫോൺസ് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോഴത്തെ കാര്യമോ? ഹൗ അബൌട്ട്, അപ്പോഴത്തെ കാര്യമോ, അപ്പോൾ ആ കാര്യമോ എന്ന അർത്ഥമാണ് വരുന്നത്. പീപ്പിൾ യൂസ്ഡ് ടു ഗോ ടു ഇൻ്റർനെറ്റ് കഫേസ് ടു യൂസ് ദ ഇൻ്റർനെറ്റ്. ആൾക്കാർ എന്താ ചെയ്തിരുന്നത്? ഇൻ്റർനെറ്റ് കഫേസിൽ പോയിട്ടാണ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഈ യൂസ് ടു എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ദ ഇൻ്റർനെറ്റ് വാസ് എക്സ്പെൻസീവ് അറ്റ് ദാറ്റ് ടൈം വെൻ കമ്പയർഡ് ടു ദ പ്രസൻറ്റ് ടൈം. ഇപ്പോഴത്തെ കാലമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് അന്ന് എക്സ്പെൻസീവ് ആയിരുന്നു, ഇപ്പോഴത്തെ കാലത്തേക്കാളും എക്സ്പെൻസീവ് ആയിരുന്നു. ആസ് വി ഹാവ് ഇൻ്റർനെറ്റ് ആക്സസ് on our smartphones, we can get updated news and information, watch movies online and also watch live sports and games. നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള കാരണം, ആസ് വി ഹാവ്, നമുക്ക് എന്തെങ്കിലും ഉള്ളത് കാരണം എന്ന അർത്ഥമാണ് വരുന്നത്. ആസ് വി ഹാവ് ഇൻ്റർനെറ്റ് ആക്സസ് ഓൺ അവർ സ്മാർട്ട് ഫോൺസ്, ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമായതുകൊണ്ട്, ഉള്ളത് കാരണം, വി ക്യാൻ ഗെറ്റ് അപ്ഡേറ്റഡ് ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കിട്ടും. വാച്ച് മൂവീസ് ഓൺലൈൻ മൂവീസ് കാണാം, സ്പോർട്സ് ഒക്കെ ലൈവായിട്ട് കാണുകയും ചെയ്യാം. നോ വൺ വുഡ് ഹാവ് ഇമാജിൻ, ആരും അങ്ങനെ സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഓക്കെ, പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല, സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നിരിക്കില്ല എന്നാണ് പറയുന്നത്. ആരും അങ്ങനെ സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നിരിക്കില്ല പണ്ടത്തെ കാലത്ത്. നോ വൺ വുഡ് ഹാവ് ഇമാജിൻ സം ഇയേഴ്സ് ബാക്ക് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു വാച്ച് ലൈവ് സ്പോർട്സ് ഓർ വാച്ച് മൂവീസ് ഓൺ എ ഫോൺ. വെറും ഒരു ഫോണിൽ നമുക്ക് ലൈവ് സ്പോർട്സ് കാണാനും സിനിമകൾ കാണാനും ഒക്കെ സാധിക്കുമെന്നുള്ള കാര്യം ആരും സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നിരിക്കില്ല. നോ വൺ വുഡ് ഹാവ് ഇമാജിൻ. Be it for entertainment or applying for a job, numerous things are possible with internet access on our smartphones. എന്തിനും ആയിരിക്കട്ടെ, ബി ഇറ്റ് ഫോർ, അത് എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കട്ടെ, ബി ഇറ്റ് ഫോർ അതിനായിരിക്കട്ടെ എന്ന അർത്ഥമാണ് വരുന്നത്. എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കാം, അപ്ലൈയിങ് ഫോർ എ ജോബ് അപ്ലൈ ചെയ്യാനാവാം, ന്യൂമറസ് ഒരുപാട്, എ ലോട്ട് ഓഫ് തിങ്സ് ആർ പോസിബിൾ, സാധ്യമാണ് വിത്ത് ഇൻ്റർനെറ്റ് ആക്സസ് ഓൺ അവർ സ്മാർട്ട് ഫോൺസ്. യൂസേജസ് ആൻഡ് വൊക്കാബുലറി, ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ എന്നർത്ഥമായിരുന്നു. ദിസ് ഈസ് എ ടൈം വെൻ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ടു എവരി വൺ ആസ് മൊബൈൽ ഡാറ്റ. ഇപ്പോഴത്തെ കാലത്ത് കാര്യമാണ് പറയുന്നത്, ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാണ് മൊബൈൽ ഡാറ്റയായിട്ട്. ഹൗ അബൌട്ട്, അതിനെ പറ്റി എങ്ങനെയാണ് എന്ന അർത്ഥമാണ് വരുന്നത്. ഹൗ അബൌട്ട് സം ഇയേഴ്സ് ബാക്ക് വെൻ സ്മാർട്ട് ഫോൺസ് വെർ നോട്ട് അവൈലബിൾ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്മാർട്ട് ഫോൺസ് അവൈലബിൾ ആയിരുന്നില്ല, അപ്പോഴത്തെ കാര്യമോ എന്ന അർത്ഥമാണ് വരുന്നത്.
ഐ യൂസ് ടു പ്ലസ് V1 ഫോം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാനൊരു കാര്യം പണ്ട് ചെയ്യാറുണ്ടായിരുന്നു, അതായത് ഇപ്പോൾ ശീലമില്ല. ഫോർ എക്സാമ്പിൾ, ഐ പ്ലേ ക്രിക്കറ്റ് ഇൻ ദ ഈവനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാറുണ്ട്, എൻ്റെ ശീലമാണ്, പതിവാണ്. ഐ പ്ലേ ക്രിക്കറ്റ് എൻ്റെ ഇപ്പോഴത്തെ ശീലമാണ്. ഐ യൂസ്ഡ് ടു പ്ലേ ക്രിക്കറ്റ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ ബാല്യകാലത്ത്, ചെറുപ്പകാലത്ത് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു പ്ലസ് V1 ഫോം ഓഫ് വെർബ്. ഐ യൂസ് ടു പ്ലേ, ഞാൻ കളിക്കാറുണ്ടായിരുന്നു, എന്തെങ്കിലും കാര്യം പണ്ട് ചെയ്യാറുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഇപ്പോൾ ആ ശീലമില്ല, പണ്ടത്തെ ഒരു പതിവ് അല്ലെ ശീലത്തെ പറ്റിയാണ് പറയുന്നത്. ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ് ഇൻ മൈ ചൈൽഡ്ഹുഡ്, ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ്. ചെറുപ്പകാലത്ത് കളിക്കാറുണ്ടായിരുന്നു. ഗോട്ട് ഇറ്റ്. ആസ് വി ഹാവ്, നമുക്കുണ്ട്, ഉള്ളത് കൊണ്ട്. ഓക്കെ, ഇവിടെ പീപ്പിൾ യൂസ് ടു ഗോ ടു ഇൻ്റർനെറ്റ് കഫേസ് ടു യൂസ് ദ ഇൻ്റർനെറ്റ്. ഇത് ഞാൻ പറഞ്ഞിരുന്നില്ല, യൂസ് ടുവിൻ്റെ എക്സാമ്പിളാണ്. പീപ്പിൾ യൂസ് ടു ഗോ ടു ഇൻ്റർനെറ്റ് കഫേസ്. ഇൻ്റർനെറ്റ് കഫേസ് പോവാറുണ്ടായിരുന്നു ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക. ഇപ്പോൾ പോകാറുണ്ടോ? ഇല്ല, ഇപ്പോൾ കൂടുതൽ പേരും പോകാറില്ല. ആസ് വി ഹാവ്, നമുക്ക് എന്തെങ്കിലും ഉള്ളത് കൊണ്ട്. As we have internet access on our smartphones, we can get updated news and information, watch movies online and watch live sports and game. നമുക്ക് ഉള്ളത് കൊണ്ട്, ഇന്റർനെറ്റ് സൗകര്യം ഉള്ളത് കൊണ്ട് എന്ന് പറയാനാണ് ആസ് വി ഹാവ് വെച്ച് സെന്റൻസ് തുടങ്ങുന്നത്. നോ വൺ വുഡ് ഹാവ് ഇമാജിൻഡ്, പണ്ടത്തെ കാലത്തൊക്കെ ആരും സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നിരിക്കില്ല എന്ന് പറയാനാണ്. No one would have imagined some years back that it is possible to watch live sports and watch movies online on a phone. ഒരു ഫോണിൽ സിനിമ കാണാനും സ്പോർട്സ് കാണാനും ഒക്കെ പറ്റുമെന്നുള്ള കാര്യം ആരും സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കുക, ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കില്ല. നിങ്ങളിത് എഴുതിയെടുക്കുക. നിങ്ങളൊരു ആക്റ്റീവ് ലേണർ ആണെങ്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുക, ഡൗട്ട്സ് ഉണ്ട് ചോദിച്ചിട്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും ഇത് ഓർത്തിരിക്കാൻ സാധ്യമല്ല. എല്ലാ യൂസേജസും സെൻറ്റൻസും യൂസേജ് എഴുതുക, അതിൻ്റെ മീനിങ് മലയാളം ഞാൻ പറഞ്ഞുകൊണ്ട് എഴുതിയെടുക്കുക, സെൻറ്റൻസ് എഴുതുക. ബി ഇറ്റ് ഫോർ, അതിനാവട്ടെ. ബി ഇറ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് or applying for a job, numerous things are possible with internet access on our smartphone. അതിനായിരിക്കട്ടെ, എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കട്ടെ, ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ആയിരിക്കട്ടെ, പല കാര്യങ്ങളും സാധ്യമാണ് എന്ന് പറയാൻ ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ളതുകൊണ്ട്. സോ ഇന്നത്തെ ടോപ്പിക് ഇത്തരം കാര്യങ്ങളാണുള്ളത്. സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്സ് ആൻഡ് കോഴ്സസ് ഞാൻ ഒന്നും കൂടെ ഓർപ്പിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അത് എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക. അതുപോലെ ഇന്ന് പഠിച്ച യൂസേജസ് കുറച്ചെങ്കിലും നിങ്ങൾ വേർഡ്സോ സെൻറ്റൻസ് യൂസേജ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്, ഈ ഒരു ട്രെയിനിങ് സെഷൻ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് കോഴ്സ് ഓൾറെഡി യൂട്യൂബിൽ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല ട്രെയിനിങ് സെഷൻസ് നമ്മൾ പ്ലേലിസ്റ്റുകളും കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്സ് ആൻഡ് കോഴ്സസിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. സ്പോക്കൺ ഇംഗ്ലീഷ് ഡിജിറ്റൽ കോഴ്സ് നമുക്ക് 500 rupees ലഭ്യമാണ്. വിത്ത് ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ഇ ബുക്കും ലഭ്യമാണ്. ഇതേ കോഴ്സ് തന്നെ ട്രെയിനറിൻ്റെ സപ്പോർട്ടുള്ള വാട്സാപ്പ് വോയിസ് ചാറ്റ് സപ്പോർട്ട് എൻ്റെ ലഭ്യമാണ്, അതും അവൈലബിൾ ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും സംഭാഷണങ്ങൾ, വേർഡ്സ്, അതുപോലെ 100 മാർക്കിൻ്റെ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ എക്സാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ലെവൽ 1 തൊട്ട് ലെവൽ 6 വരെയുള്ള കോഴ്സിൻ്റെ കണ്ടൻസ് കംപ്ലീറ്റ് ആയിട്ട് വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ തന്നെ വാട്സാപ്പ് ചെയ്യാം, എല്ലാം എന്നെ കോൾ ചെയ്യാം. നമ്മൾ ഈ ടോപ്പിക് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അടുത്ത ഭാഗത്തേക്ക് നിങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സീ യു ഓൾ വെരി സൂൺ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.